ഹോം ഡിസൈൻ കേരളയുടെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കായംകുളം കരിയിലക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. സാന്ദ്ര കൺസ്ട്രക്ഷൻസ് 7 സെൻറ്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ വളരെ മനോഹരമായിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈൻസോടുകൂടി നിർമ്മിച്ച ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹോമിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ബാക്കി നമുക്ക് നേരെ കണ്ടറിയാം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ടിലൊരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ഷൂ റാക്ക്, ഇതൊരു സ്റ്റോറേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഷൂവും ചെരുപ്പൊക്കെ വെക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പൂജാമുറിക്ക് വേണ്ടിയിട്ട് ഈ മേളിലായിട്ട് പൂജാമുറിയുടെ നമ്മുടെ സാധനം വിളക്ക് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ളൊരു സ്റ്റോറേജ് ഇവിടെ ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കുള്ള ജിപ്സവും കാര്യങ്ങളും ഒരു ഫാന് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സിറ്റ് ഔട്ടിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ടെക്സ്ചർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ഒരു ഗ്ലാസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒരു ഇത്രയും ഈ ഒരു ടോപ്പിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ലിഫ്റ്റ് എന്നുള്ള രീതിയൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഇത് വരുന്ന രീതിയിൽ ഒരു മോഡലിൽ ഒരു ടെക്സ്ചർ വർക്ക് ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ ഇൻറ്റീരിയറാണ്. അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ നോക്കിയാൽ തന്നെ ഈ ഒരു കോർണറിലുള്ളൊരു സിറ്റി, ഇത് ചെറിയൊരു ലിവിങ് ഏരിയ ആണ്, പക്ഷേ അതിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന ഈ ഒരു കോർണറിലുള്ളൊരു സിറ്റിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ ടീം തന്നെ അവർക്ക് സാൻഡ്ര കൺസ്ട്രക്ഷൻസ് ചെയ്തു കൊടുത്ത ഒരു ഇതാണ് ഈ ഒരു കോർണർ സിറ്റി. പിന്നെ അതേപോലെ തന്നെ വരുന്ന ഈ ഒരു TV യൂണിറ്റ്, ഒരു റൊട്ടേഷൻ TV യൂണിറ്റാണ്. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് അപ്പുറത്തെ സൈഡ് ഡൈനിങ് ഏരിയയിൽ ഇരിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റൊട്ടേഷൻ ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. കണ്ടോ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. കാരണം ഇതിലെ ഓരോ കാര്യങ്ങൾ ഇതിവിടെ ശരിക്കും പറഞ്ഞാൽ ഇവർ വീട് മാറിയപ്പോൾ ഇവർക്ക് ഫർണിച്ചറായിട്ടൊന്നും ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ഫുള്ള് ഫർണിഷ്ഡ് ഉൾപ്പെടെയാണ് ഈ ഇൻറ്റീരിയർ ഇവർ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ ആദ്യം ഇങ്ങോട്ട് വരുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്കാണ്. ഈ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള നമുക്കൊരു ഫാമിലിക്ക് ഉള്ള ഒരു ഡൈനിങ് സ്പേസ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതൊരു ജിപ്സവും കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലും വന്നിട്ടുണ്ട്. ആ ലിവിങ് ഏരിയയിൽ ഒരു ജിപ്സം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡൈനിങ്ങിൻ്റെ വാഷ് ബേസിൻ ഏരിയ എന്ന് പറയുന്നത് ഈ കിച്ചണുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു വാഷ് ബേസിൻ ഏരിയ ആണ്. ഒരു ഓട്ടോമാറ്റിക് ആയിട്ടുള്ളൊരു മിറർ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റോറേജ്, ഈ ഒരു താഴെ ഒരു സ്റ്റോറേജും വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറയുന്നത് കിച്ചണാണ്. അപ്പം ആഗ്രഹിച്ച പോലൊരു കിച്ചണാണോ കിട്ടിയത്? അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു മോഡുലാർ കിച്ചണിനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് സാൻഡ്ര കൺസ്ട്രക്ഷനും ടീമും അത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അത് നമുക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതിലിപ്പോ മോഡുലാർ കിച്ചൺ എന്ന് പറയാൻ ഞാൻ സാധാ കുറെ കിച്ചൺസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വേണമെന്ന് ഞാൻ ഒത്തിരി എന്തൊക്കെയാണ് ഇവിടെ നമുക്ക് വ്യത്യസ്തമായ ഒരു ഇതാണ് പാൻട്രി യൂണിറ്റ് എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. ഇത് നമുക്ക് ഒത്തിരി അതായത് സ്റ്റോറേജ് ഉണ്ട് കൂടുതലും. അപ്പൊ നമുക്ക് കുറെ ഗ്ലാസ്സാണെങ്കിലും നമുക്ക് നോൺ സ്റ്റിക് പാത്രങ്ങളെല്ലാം നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമുക്ക് വളരെ പ്രയോജനമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. പിന്നെ നമുക്ക് ഈ സിങ്ക് എന്ന് പറയുന്നത് ഞാൻ ഇത് തന്നെ ഒത്തിരി എടുത്ത് ഇങ്ങനെ ഇത് കണ്ടിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു വെറൈറ്റി വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടെ കുറേ എടുത്ത് പോയി അതിന് കുറേ സാൻഡ്ര കൺസ്ട്രക്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഇപ്പം അവരും ടീമും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പോയി
അങ്ങനെ ഇവിടെ ഇപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്? വെജിറ്റബിൾസ് കഴുകുക, ഫ്രൂട്ട്സ് പ്രത്യേകം കഴുകുക. ഇതിപ്പോ രണ്ട് ഇതായിട്ടുള്ള രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വേണം. ഇതേപോലെ ഇതിനകത്ത് നമുക്ക് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ലിക്വിഡ് സ്റ്റാൻഡ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിയുവാണെങ്കിൽ അതിൽ തന്നെ ലിക്വിഡ് വരും. ഇത് ഫ്രൂട്ട്സ് കഴുകുന്നതിന് വേണ്ടി. ഇത് നമുക്ക് സാധാ ഇതെനിക്ക് തോന്നുന്നു താഴോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ചെയ്യാൻ തോന്നില്ല. ഡ്രോപ്പ് ചെയ്തിട്ടും ചെയ്യാം, എല്ലാ രീതിയിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്ലേറ്റുകളെല്ലാം നമുക്ക് ഇവിടെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഇതിനകത്തുള്ള വെള്ളം ഇതിലേക്ക് അപ്പൊ ഈ ഒരു ഡ്രോയിൽ നമുക്ക് എടുത്ത് കളയാൻ പറ്റും. അപ്പം നമുക്ക് ഇതെല്ലാം നല്ല ക്ലീൻ ആയി തന്നെ എപ്പോഴും ഇരുന്നിക്കും. ഇതാണ് ഇത് രണ്ടാമത്തെ ഒരു സ്റ്റോറേജ്. പിന്നെ ഈ ഒരു ഏരിയ ഇത് സാധാരണ ഉള്ള സംഭവമാണ്. പിന്നെ നമ്മൾ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഇത് ഓൺ ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചാൽ മാത്രം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ രണ്ട് പ്രാവശ്യം അങ്ങോട്ട് ആക്കുമ്പോഴത്തേക്ക് ഓഫ് ആവും. ഓക്കെ ശരി ശരി. ഓഫ് ആയിക്കോളും. ഓക്കെ. പിന്നെ ഇത് ടാൻഡം യൂണിറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സിസേഴ്സ് എല്ലാ കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് അതേപോലെ തന്നെ എല്ലാ നോൺ സ്റ്റിക് ഐറ്റംസ് എല്ലാം വെക്കാനും അങ്ങനെ ഇത് സ്റ്റോറേജ് ചെയ്യാം. അപ്പൊ 3 ഡിവൈഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഈ ഒരു ഏരിയ തന്നെ 3 സ്റ്റോറേജ് ആണ്. ഇനി നമുക്ക് ക്യാൻഡത്തിന്റെ അടുത്ത് തന്നെ ഒരു ഓയിൽ ട്രെയും കൂടെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഓയിൽ മാത്രം വെക്കുന്നതിന് വേണ്ടി വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേ ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് എനിക്ക് അതെ ഫുൾ ഓട്ടോമാറ്റിക്. ജസ്റ്റ് നമ്മൾ പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡോറല്ല അല്ലേ? ഇത് അതേപോലെ തന്നെ നമുക്കൊരു മാജിക് കൗണ്ടർ ആണ്. ഇതിനകത്ത് തന്നെ നമുക്ക് അത്യാവശ്യം, അതായത് കോർണറിലായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു മാക്സിമം നമുക്ക് കോർണർ യൂട്ടിലൈസ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ശരി. എല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആണ്. നമുക്കിപ്പം പെട്ടെന്ന് അത്യാവശ്യം രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ അവർക്കൊന്ന് ആഹാരം കൊടുക്കാൻ പറ്റും, ജോലി ഇവിടെ ചെയ്യാനും പറ്റും. അതിനുവേണ്ടി ഒരു ചെറിയ രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് തന്നെ. ഇത് ആണ് മാസ്റ്റർ ബെഡ്റൂം. സാൻഡ്ര കൺസ്ട്രക്ഷനോട് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു നല്ല സ്റ്റോറേജ് ഏരിയ, നമുക്ക് ഒത്തിരി സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെ വേണമല്ലോ. അപ്പൊ അവരത് അതിമനോഹരമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാർഡ്രോബ് തന്നെയാണ് അവർ യൂസ്ഫുൾ ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അത് ഒത്തിരി സ്പേസ് ഉണ്ട്. ഇത് പിന്നെ നമുക്ക് അത് ഇതിന്റെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ഈ ഒരു ഏരിയയിൽ ഡ്രസ്സിംഗ് ടേബിൾ. അപ്പൊ അത് നല്ല എങ്ങനെ നമുക്ക് അത്യാവശ്യം നല്ല യൂസ് ആണ് ഈ ഒരു ഇത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനൊരു സ്റ്റഡി ടേബിൾ ഈ കോർണറിൽ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റഡി ടേബിൾ ഉണ്ട്. അങ്ങനെ നമുക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് അവര് ചെയ്തു തന്നേക്കുന്നത്. പിന്നെ ഒരു മേളിൽ ഈ ഒരു ജിപ്സം വർക്ക് അത് എല്ലാ റൂമിലും നമ്മൾ ജിപ്സം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എല്ലാം നമ്മൾ അവരോട് നമ്മുടെ ഇത് പറഞ്ഞു അവരത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്തതാണ്. പിന്നെ ഈ ഒരു ബെഡ്, പിന്നെ ഈ ബെഡ് ലാമ്പ്, മാസ്റ്റർ ബെഡ്റൂമിന്റെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളൊരു ബെഡ് ലാമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ നമ്മുടെ ബെഡ് ലാമ്പ് ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നോർമലി നമ്മൾ അങ്ങനെയായിരുന്നു കാണുന്നത്. ഇതിപ്പോ അവര് പ്രൊവൈഡ് ചെയ്തേക്ക് നമുക്ക് ഇതിന്റെ താഴ്വശത്തായിട്ടാണ്. ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമുക്ക് ബെഡ് ലാമ്പായിട്ട് കാണപ്പെടുന്നത്. കരയാണ് ഉള്ളത്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബാത്റൂമിൽ തന്നെ 2 നീഷ് ഉണ്ട്. അപ്പം ഈ നീഷിലെന്ന് പറഞ്ഞാൽ 2 ചെറിയ LED ബൾബ് നമുക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ രാത്രിയിലൊക്കെ നല്ല, അതായത് വരുമ്പോൾ നല്ല പ്രകാശം വരാതെ ചെറിയ രീതിയിലുള്ള വെട്ടം അതിനകത്ത് തന്നെ നമുക്ക് ചെറിയ ലൈറ്റും ഉണ്ട്. പിന്നെ നമുക്ക് ഇതിന്റെ ഒരു പ്രത്യേകത വളരെ സ്റ്റോറേജ് ആണ് ഈ നീഷില്. അതിനകത്ത് തന്നെ അതെ, അതിനകത്ത് തന്നെ വളരെ സ്റ്റോറേജ്, നമുക്ക് ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇത് ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമാണ്. സെയിം തന്നെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെയാണ്. ഒരു ജിപ്സം വർക്ക് ഈ ഒരു മുകളിൽ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ വാർഡ്രോബ് കാര്യങ്ങളെല്ലാം ഈ ഒരു സൈഡിലും ഉണ്ട്. അതേപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ, ഈ ഒരു പോർഷനിലൊരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഈ ബെഡിൻ്റെ താഴെയായിട്ട് ഒരു ബെഡ് സ്പേസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് HDHMRൽ 2 സൈഡ് ലാമിനേഷൻസ് ആണ് ഇതിൻ്റെ ഫുൾ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു 20 വർഷത്തെ വാറൻറ്റിയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയർ കയറി വരുമ്പോൾ ഇവിടെ പർഗോള ഈ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ 2 പർഗോള, അതേപോലെ ഒരു ലൈറ്റ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ലിവിങ് ഏരിയ ആണ്. ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള, ഇത്രയും നമുക്ക് സെറ്റ് കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിവിങ് ഏരിയ ആണ്. നമ്മൾ ആ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് കയറി വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബാർ കൗണ്ടറാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിസൈനിങ്ങിലുള്ള ഒരു ബാർ കൗണ്ടർ, സ്റ്റോറേജ് ഫെസിലിറ്റി, അതേപോലെ തന്നെ ഇവിടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാർ കൗണ്ടറാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അപ്സ്റ്റെയറിലുള്ള ബെഡ്റൂമാണ്. താഴത്തെ പോലെ തന്നെ മാസ്റ്റർ ബെഡ്റൂം പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും, ജിപ്സം ഉണ്ട്. അതേപോലെ തന്നെ സൈഡിലൊരു വാർഡ്രോബ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഡ്രസ്സിങ് ഏരിയ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബെഡിൽ ഫുള്ള് താഴെയുള്ള ഒരു ബെഡ് ലാമ്പ് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റഡി ടേബിള് ഈ ഒരു ഏരിയയിൽ, കോർണർ ഏരിയയിൽ വന്നിട്ടുണ്ട്. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ഒരു വീട് വെക്കണമെന്നുള്ളത് വളരെയധികം ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വീടിനെ പറ്റി കുറേ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. അപ്പം അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹോം ഡിസൈൻ കേരള എന്നൊരു ചാനൽ, നിങ്ങളുടെ ചാനൽ കാണുകയും അപ്പം ഞങ്ങൾ അതിനകത്ത് സാൻഡ്ര കൺസ്ട്രക്ഷൻ അവർ പരിചയപ്പെടുകയും അവർ മീറ്റ് ചെയ്ത് ഞങ്ങൾ അവരോട് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചൊരു വീടിനെ പറ്റി അവരോട് സംസാരിക്കുകയും അവരതിൻ്റെ ഒരു അതായത് പ്ലാനും കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്തു തരാൻ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്നു. ഞങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവര് പറയുന്നതനുസരിച്ച് നമ്മൾ പണി സ്റ്റാർട്ടാക്കി അങ്ങനെ തുടങ്ങി. നമുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഇന്റീരിയറും വീടും എല്ലാം കണ്ടാൽ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ഉദ്ദേശിച്ചതിലും ഉപരി അത് അതിമനോഹരമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഒരു ക്ലോസ് റിലേറ്റീവ് വന്ന വീട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അവരിപ്പം സാൻഡ്ര കൺസ്ട്രക്ഷൻ വർക്ക് കൊടുത്തു. അങ്ങനെ ഇപ്പൊ അവരെ വർക്ക് അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യാം. 8 മാസം കൊണ്ട് വർക്ക് ചെയ്തു. അപ്പൊ മൊത്തത്തില് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വർക്ക്. നല്ല വർക്കായിരുന്നു. പ്രതീക്ഷ പോലെ സഹകരിച്ചു ചെയ്തു.